നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനധികൃതമായി അമിത ശബ്ദവും വെളിച്ചവും വരുന്ന രീതിയിൽ സൗണ്ട് സിസ്റ്റവും ലൈറ്റ് ടൂറിസ്റ്റ് ബസ്സുകളിൽ ക്രമീകരിച്ചു നൽകുന്ന വർക്ക്ഷോപ്പുകളും സർവീസ് സെന്ററുകളിലും മിന്നൽ പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. പാമ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കേന്ദ്രങ്ങളിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം RTO C ശ്യാമിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് മോട്ടോർ വാഹന വകുപ്പ് സംഘം പരിശോധന നടത്തിയത്. അനധികൃതമായി സൗണ്ട് സിസ്റ്റവും ലൈറ്റും ഘടിപ്പിച്ചു നൽകിയ വർക്ക്ഷോപ്പുകൾക്ക് നോട്ടീസ് നൽകി. ബുധനാഴ്ച രാവിലെ മുതൽ പാമ്പാടി പ്രദേശത്താണ് മോട്ടോർ വാഹന വകുപ്പ് സംഘം പരിശോധന ആരംഭിച്ചത്. പാമ്പാടിയിലെ 2 വർക്ക്ഷോപ്പുകളിലായിരുന്നു പരിശോധന നടന്നത്. 2 വർക്ക്ഷോപ്പുകളിൽ നിന്നായി 3 ടൂറിസ്റ്റ് ബസ്സുകൾ പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. ഈ 2 ടൂറിസ്റ്റ് ബസ്സുകൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ബസ്സുകളിലെ ഫിറ്റ്നസ് റദ്ദാക്കി. ഇതുകൂടാതെ ഈ ബസ്സുകൾക്ക് ഫിറ്റ്നസ് പുതുക്കി എടുക്കുകയും വേണം. ഈ വർക്ക്ഷോപ്പുകളിൽ നിന്നും അനധികൃതമായി ലൈറ്റും സൗണ്ടും ഘടിപ്പിച്ച വാഹനങ്ങളുടെ പട്ടിക മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പട്ടിക നൽകാൻ വർക്ക്ഷോപ്പുകൾ തയ്യാറായിട്ടില്ല. എന്നാൽ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ച് ഇത്തരത്തിൽ അനധികൃതമായി ലൈറ്റും സൗണ്ടും സ്ഥാപിച്ച ശേഷം സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം RTO C ശ്യാമിന്റെ നേതൃത്വത്തിൽ MVIമാരായ ശ്രീശൻ, B ആശാകുമാർ, PG സുദീപ്, മനോജ് കുമാർ, രഞ്ജിത്ത്, AMBIമാരായ മനോജ് കുമാർ, ജെറാൾഡ് വിൽസ്, ജോർജ് വർഗീസ്, ദീപു നായർ, ഡ്രൈവർമാരായ മനോജ്, ശ്രീജിത്ത് എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. അങ്ങനെ വണ്ടി ഹാജരാക്കാനായിട്ട് നിലവിലുള്ള കണ്ടീഷനുള്ള തീരത്തിൻ്റെ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ നോക്കിക്കോളാം. ഇതൊക്കെ കൊണ്ട് എല്ലാ ഐറ്റങ്ങളും ഇതിനുള്ള ഒരു എല്ലാം കിട്ടിയത് 4 വണ്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ഇതൊക്കെ ഭയങ്കര നല്ലതാണ്. എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്താ ലൈറ്റ് കത്ത് ഇത് കത്തുന്നില്ലല്ലോ. ഓണാക്കിട്ടൊന്നും പറയാം. ഇത് പുതിയ ലൈറ്റ് സാറേ. ഞാൻ പറയട്ടെ, ഒരു കാരിയറിലുണ്ടെങ്കിൽ ഇത് കൊണ്ടില്ലേ സാറേ? ഇത് ഓടിയിട്ടൊക്കെ ഒന്നുകൊണ്ട് കടലൊക്കെ അതും ലേസറാ. ഹലോ டாக்குமெண்ட் அனுப்புங்க. இந்த பர்மிட் போட்டோம்ல கேரளா. ஆமாம். சரி
இது வந்து 2 மாசத்துக்கு மேல 3 மாசத்துக்கு மேல அது வரும்போது வண்டி ഓഫീസിൽ നിന്ന് ഇന്ന് രാവിലെ ഇറങ്ങിപ്പോയ വണ്ടികളാ. ഇതിങ്ങനെ വണ്ടികൾ ഓരോരുത്തരുമായിട്ട് ഊപ്പറൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കും, ലൈറ്റൊക്കെ ചേഞ്ച് ചെയ്യുന്നൊരു പരാതി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നേരത്തെ ഇപ്പം നമ്മൾ കഴിവതും വേണ്ടാന്ന് പറയാം. നോർമലി ഉള്ള സമയത്ത് അങ്ങനെ വണ്ടി ഹാജരാക്കാനായിട്ട് നിർദ്ദേശം കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ നിലവിലുള്ള കണ്ടീഷനാണ് വല്ല പി എഫിൻ്റെ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുള്ളതൊക്കെ നോക്കിക്കോളാം. ഇതൊക്കെ കൊണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇതിനുള്ള ഒരു ചെല്ലാൻ കിട്ടുകയുള്ളൂ. 4 വണ്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ വണ്ടി ചെയ്ത് ഇതൊക്കെ ഭയങ്കര മണങ്ങളാണ്. എന്തൊക്കെയാ സ്റ്റാർട്ട് ചെയ്താ ഇല്ലേ ലൈസൻസ് ഇതുണ്ട് കാണുന്ന ലൈറ്റ് കത്ത് ഇത് കത്തുന്നില്ല. ചുമ്മാതായിരിക്കും അത് വർക്കിങ്ങല്ല. ഓണാക്കിയിട്ടൊന്നുമില്ലല്ലോ. ഓണായിട്ടൊന്നും പറയാം. ഇത് പുതിയ ലൈറ്റാ സാറേ. ഞാൻ പറയട്ടെ, ഒരു കാരിയറിലുണ്ടെങ്കിൽ ഇത് കൊണ്ടില്ലേ സാറേ? ഇത് ഓടിയിട്ടൊക്കെ വന്ന പോലെ ഉണ്ട്. കടലൊക്കെ അതല്ലേ സാറാ? വണ്ടിക്ക് മറ്റേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുകാർ വന്നിട്ടുണ്ട്. ഒരു 3-4 വണ്ടിയിൽ മോട്ടോർ വെഹിക്കിൾ